ഞങ്ങൾ ഇവിടുന്ന് ഇനി എലന്തൂര് നമ്മുടെ നരബലി നടന്ന നാട്ടിലേക്കൊരു യാത്രയാണ് കേട്ടോ. ടൈൽസ് കൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ പൂങ്കാവിലോട്ട് എത്താൻ പോയി. ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പൊടിയൻ ചേട്ടൻ്റെ പുഴുക്ക് കടയൊക്കെ കഴിഞ്ഞ് എന്നതാണ് കേട്ടോ പൊടിയൻ ചേട്ടൻ്റെ പുഴുക്ക് കട. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ദാണ്ടെ ഷാപ്പിൻ്റെ സൈഡിൽ കൂടെ വണ്ടി ഇങ്ങനെ വിട്ട് പോവാം കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ചെറിയ കട്ടകളാണ്. ഇതാണ് ഷാപ്പ് കേട്ടോ. ഷാപ്പും കഴിഞ്ഞു. അതിൻ്റെ ഇപ്പുറത്ത് കുറേ കണ്ടങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ പൂങ്കാവ് എത്തിയിരിക്കുന്നു. പൂങ്കാവ് ജംഗ്ഷനിലോട്ട് ചെല്ലുകയാണ്. അതുകൊണ്ടാണ് പൂങ്കാവൊക്കെ കഴിഞ്ഞിട്ട് തന്നെ അവിടെ മറൂര് പാലമൊക്കെ കഴിഞ്ഞ് അച്ചൻകോലാറായിരുന്നു വരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ വിട്ട് പത്തനംതിട്ടയ്ക്ക് കയറാൻ പോവാണ് കേട്ടോ. മറൂർ ജംഗ്ഷനിലെത്തി. അവിടുന്ന് പത്തനംതിട്ട കയറി സ്ട്രെയിറ്റ് പോവാണ്. ഇത് നമ്മുടെ പത്തനംതിട്ട നമ്മുടെ അവിടെ സ്റ്റേഡിയം പണിയുന്നതൊക്കെ ഉണ്ടോ. സ്റ്റേഡിയമാണ് ആ റൈറ്റ് സൈഡിലായിട്ട് പത്തനംതിട്ട സ്റ്റേഡിയമാണ് പണിയുന്നത് കേട്ടോ. പുതിയതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുക. പഴയ സ്റ്റേഡിയമൊക്കെ ആയിരുന്നു, എല്ലാം പൊളിച്ചിട്ട് പുതിയതായിട്ട് സ്റ്റേഡിയമൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണിയൊക്കെ നല്ല പുരോഗമിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടത്തിലൊക്കെ ആണെങ്കിൽ കണ്ടത്തിൻ്റെ സൈഡൊക്കെ വെള്ളം കയറി കിടക്കും. മഴ പെയ്തിട്ട് നിറച്ച് വെള്ളമാണ് കണ്ടത്തിൻ്റെ അവിടെയൊക്കെ. എന്നിട്ട് ഞാൻ അവിടുന്ന് നേരെ കൊണ്ട് ജംഗ്ഷൻ സിഗ്നലിൻ്റെ അവിടെ നിന്ന് എത്തിക്കൊണ്ട് വലിയ പള്ളി ഞങ്ങളെ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് മുമ്പോട്ട് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ടിപ്പോൾ ഞങ്ങൾ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ ചെല്ലുകയാണ്. അവിടെ ഇട സൈഡിലെല്ലാം ഞാൻ ആ കണ്ടത്തിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് കണ്ടത്തിലെല്ലാം സൈഡ് വെള്ളം നിറഞ്ഞ് മഴ പെയ്തിട്ടേ ഫുള്ള് വെള്ളം അങ്ങനെ നിറഞ്ഞ് ആ തോട് വരുന്നുണ്ടോ, വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ടോ. തോടൊക്കെ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ കിടക്കുക. അവിടെ സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ അടുത്താറായിട്ടുണ്ട് കേട്ടോ. സിഗ്നലിലോട്ട് അടുത്താറായി. അപ്പോൾ സിഗ്നൽ എത്തിയിരിക്കുന്നു. ഇപ്പുറത്താണെങ്കിൽ സിഗ്നലും കഴിഞ്ഞ് അവിടെ നിന്ന് കയറി നേരെ കൊല്ലംപടി ജംഗ്ഷൻ അതും കഴിഞ്ഞിട്ട് നേരെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ സ്ഥലം കണ്ടോ, ഈ വളവാണ്. ഈ വളവിന് പണ്ട് ഈ തരം റോഡൊന്നും ഇല്ല. ഈ വളവ് അങ്ങോട്ട് തിരിഞ്ഞൊരു പോലീസ് കൊണ്ട് ഞാൻ താഴെ കുഴിയിലോട്ടങ്ങ് പോയി. പണ്ട് ചെറിയ റോഡായിരുന്നു, അവിടെ ഭയങ്കര കുഴിയായിരുന്നു. അപ്പോൾ അതൊക്കെ നിർത്തി നല്ല റോഡാക്കി സ്ട്രെയിറ്റ് നല്ല വൃത്തിയുള്ള റോഡായി. തകർത്ത് കയറി അങ്ങ് പോവാം. അപ്പം ഞാൻ അവിടെ നിന്ന് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലന്തൂർ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇതിലേയും കയറി പോവാം, പക്ഷേ അതിലെ കുറച്ച് കട്ടർ റോഡൊക്കെ വേണ്ട. അതിലേ പോവാതെ സ്ട്രെയിറ്റ് പോവുകയാണ്. സ്ട്രെയിറ്റ് കുറച്ച് ദൂരം പോകണം. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അവിടെ നിന്ന് പൊളിഞ്ഞു പോയ ഒരു നൂരാസ് മാർബിളിൻ്റെ ഷോറൂമൊക്കെ ഉണ്ട്. അതെല്ലാം എന്താ പറയുക, കടബാധ്യത കൊണ്ടോ നൂരാസ് മാർബിൾ എന്നൊക്കെ എഴുതി വെച്ച് വലിയ ബോർഡൊക്കെ വെച്ച് വലിയ ടൈൽസുകളുടെ കടയൊക്കെ ആയിരുന്നു. അതെല്ലാം പൊട്ടിപ്പോയി കടം കയറിയതാണ്. ഇവിടെ ഉണ്ട് വല സൈഡിൽ ഒരു വലിയ പള്ളിയുണ്ടോ, വല സൈഡിൽ ഒരു വലിയ പള്ളി റൈറ്റ് സൈഡിലായിട്ടുണ്ട്. ഊണുണ്ട് കണ്ടോ, വലിയ പള്ളി റോഡ് സൈഡിൽ തന്നെ വലിയ പള്ളിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വന്നപ്പോൾ 2 പള്ളി കണ്ടിട്ടുണ്ടേ. അതും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഇതുകൊണ്ട് കണ്ട ബോർഡ് കണ്ടോ, ആ ബോർഡിൻ്റെ ആ വല സൈഡിൽ ഇവിടെയായിരുന്നു. ഇവിടുന്ന് തൊട്ട് താഴെയാണ്ട് കുറച്ച് മുമ്പോട്ട് പോകണം. വളവൊക്കെ തിരിഞ്ഞ് അങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് പോകണം. മുമ്പോട്ട് പോകുമ്പോൾ കാണാം ഞാൻ ആ പൊളിഞ്ഞു പോയ ടൈൽസിൻ്റെ കമ്പനി കാണിച്ചു തരാം നിങ്ങൾ കേട്ടോ. ഈ വളവൊക്കെ തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അവിടെ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടി വലിയ ട്രെയിലറിൻ്റെയൊക്കെ ടെസ്റ്റിങ്, വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക, റിവേഴ്സ് എടുക്കാൻ പഠിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് ഇപ്പം ആ സ്ഥലം കിടക്കുന്നത്. വെച്ചാൽ അവരതുപോലെ പൊളിഞ്ഞു പോയി. ഇത് അടുത്ത പള്ളിയാണ് കേട്ടോ, വലിയ പള്ളി. അതും വലിയ പള്ളി റോഡ് സൈഡിൽ തന്നെയാണ്. ഇതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ നൂറാസ് മാർബിളിൻ്റെ ആ സൈറ്റൊക്കെ കാണുന്നത്. ഇപ്പോൾ കാണാം, അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണാം. നോട് വേണ്ട കണ്ട വണ്ടി കിടക്കുന്നുണ്ടോ. ഇപ്പോൾ അവിടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൂറാസ് മാർബിളിൻ്റെ ഒക്കെ ആയിരുന്നത് പല സൈഡിൽ. ഇത് തന്നെ. ഇതും കഴിഞ്ഞ് മുമ്പോട്ട് പോകാം. ഇനി അടുത്ത് നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത് എലന്തൂർ ജംഗ്ഷനിലേക്കാണ് ചെന്ന് കയറാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എത്തും പെട്ടെന്ന് തന്നെ. ഇത് ഇട സൈഡിലൊക്കെ തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറണ്ടൊന്നുമില്ല, ലൈൻമാന്മാരെല്ലാം പണിയാണ്. മഴ കാരണം കണ്ടത്തിലെല്ലാം വെള്ളം കയറി കിടക്കുന്നു. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. എന്താ പറ്റി ഇത്ര മഴയെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ മഴ നിന്നിട്ടേ ഇല്ല, ഭയങ്കര മഴ. അപ്പം എലന്തൂർ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. എന്താ പറയുക, ഇവിടെ നിന്ന് ഇനി ലെഫ്റ്റാണ് കേട്ടോ. ലെഫ്റ്റ് കയറുക. ഇവിടുന്ന് ലെഫ്റ്റ് അങ്ങോട്ട് കയറി നമ്മുടെ നരബലിയൊക്കെ നടന്ന ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഒരാളിനെ കൊന്നതും ജീവനോടെ വെട്ടിക്കൊന്ന് പൂജ ചെയ്തെന്നോ എന്നിട്ടൊക്കെ പറഞ്ഞ് പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പൂജ ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ. അത് എന്നിട്ട് പോലീസ് ഭയങ്കര പ്രശ്നം യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായ വീഡിയോ നല്ല വൈറലായാണ്. സത്യമാണ്. ആ സംഭവം നടന്ന സ്ഥലമാണിത്. സ്ട്രെയിറ്റ് പോവാം. ഞാൻ അങ്ങോട്ട് അത് തന്നെ പോകുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഞാൻ ടൈൽസ് കൊണ്ട് നടക്കുന്നത്. രണ്ടുണ്ടോ വെള്ളം കയറി കിടക്കുന്നുണ്ട്. റംബൂട്ടാനൊക്കെ കണ്ടാണ് വല വിരിച്ചിട്ടേക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ റംബൂട്ടാനുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. സൈഡ് മൊത്തം റംബൂട്ടാൻ്റെ ബഹളമാണ്. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നേരെ എലന്തൂർ ചന്തേര റോഡാണ് ചെല്ലുന്നത്. എലന്തൂർ ജംഗ്ഷൻ കഴിഞ്ഞ് എലന്തൂർ ചന്തേര റോഡ് ചെല്ലുകയാണ്.
ഇപ്പോൾ ദാണ്ട എലന്തൂർ ചന്തയിലോട്ട് എത്താറായി. ഈ എലന്തൂർ ചന്ത അങ്ങോട്ട് കഴിഞ്ഞിട്ട് നേരെ ചന്തയ്ക്കകത്തൂടെ റൈറ്റിലോട്ട് വഴിയുണ്ട്. ആ റൈറ്റിലോട്ടുള്ള വഴിയാണ് ഈ പറഞ്ഞ നരബലി നടന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. ആ റൂട്ടിൽ തന്നെയാണ് ഞാനും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മുമ്പോട്ട് ഇരുന്നാൽ ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇത് താഴോട്ട് ഇറങ്ങി ഇവിടുന്ന് റൈറ്റിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് ഞാൻ സ്ലോ ചെയ്തു വണ്ടി സ്ലോ ചെയ്തിട്ട് ഞാൻ ചെറിയ റൈറ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് ഇറങ്ങി ഈ ചന്തയ്ക്കുള്ളിലെ റോഡാണ്. ഈ റോഡ് തന്നെ VIP ടീംസ് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. എന്നുവെച്ചാൽ അവിടെ പിന്നെ റംബൂട്ടാനൊക്കെ സൈഡിൽ വലയിട്ടിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഞാൻ ഇനി പറയുന്നില്ല, കണ്ടു. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, മഴ പെയ്ത് വെള്ളം കയറി കണ്ടോ എല്ലാം നിറഞ്ഞ് കിടക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോയപ്പോൾ പിന്നെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ഭയങ്കര വളവാണ് കേട്ടോ. വണ്ടിയൊക്കെ വന്ന് ജെറ്റ് പോലെ വന്ന് കയറിക്കളയും. അപ്പോൾ ഞാൻ അവിടുന്ന് നേരെ മുമ്പോട്ട് പോയി. എൻ്റെ റൈറ്റ് സൈഡിലൊരു പള്ളിയൊക്കെ ഉണ്ട്. പള്ളികൾക്ക് ഇത് കനാലുണ്ട് കേട്ടോ. വെള്ളം ഇപ്പോൾ തുറന്നു വിടത്തില്ല കനാലിലെ. മഴ സമയത്ത് കനാലിലെ വെള്ളം തുറന്നു വിടത്തില്ല, മഴയില്ലാത്തപ്പോഴേ വിടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ വാഴത്തോട്ടമൊക്കെ കണ്ടോ, ആ സൈഡിൽ കാണുന്നത് ഇനി കണ്ടം നമുക്ക് കാണാം. വെള്ളം നിറഞ്ഞ് കിടക്കുക. ഇവിടുത്തെ വലിയ വളവാണ്. ഈ വളവ് തിരിഞ്ഞ് നേരെ പോകണം. ഇപ്പോൾ ട്രാൻസ്ഫോമറൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ വളവും തിരിഞ്ഞ് ഈ വളവ് നേരെ സ്ട്രെയിറ്റ് ആക്കി നേരെ വളവും കയറ്റം കയറി ചെന്നിട്ട് വേണ്ട ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ വലത്തോട്ടൊരു വഴിയുണ്ട് കേട്ടോ. കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണാം നമുക്ക് അങ്ങോട്ട് പോകും തോറും. എൻ്റെ ഇവിടെ ഒരു വളവും കഴിഞ്ഞിട്ട് ഈ വളവ് കഴിഞ്ഞിട്ട് വല സൈഡിലോട്ടൊരു പള്ളിയുണ്ട്. ആ പള്ളി കഴിഞ്ഞിട്ട് വലത്തോട്ടൊരു വഴിയുണ്ട്. കാട് പിടിച്ച റോഡ് പോലെ കിടക്കുന്നത്. എന്നിട്ട് ഇവിടെ വല സൈഡിലുള്ള പള്ളി. ഈ പള്ളി കഴിഞ്ഞ് വല സൈഡ് പള്ളി കഴിഞ്ഞിട്ട് നേരെ ഇടത് സൈഡ് സ്കൂള്. ഈ സ്കൂളും കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ റൈറ്റായിട്ട് വേണ്ട ഒരു വഴി കാണുന്നുണ്ടോ. എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. ഈ വഴിയാണ് നമ്മുടെ നരബലി നടന്ന സ്ഥലം. അത് കഴിഞ്ഞ് ഞാൻ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോകുമ്പോൾ കാണുമ്പോൾ വിശാലമായ കണ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. ഇവിടെ എല്ലാം വെള്ളം കയറി നിറഞ്ഞ് തുളുമ്പി കിടക്കുകയാണ് കേട്ടോ. ഫുള്ള് വെള്ളമാണ്. ഞാൻ തിരിച്ച് പോയി ലോഡ് കൊണ്ടിറക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ കണ്ടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയുണ്ടോ വെള്ളം കയറി കിടക്കുന്നുണ്ടോ കണ്ടത്തിൽ. ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് ഇതിനകത്ത്. എല്ലാം അവിടെ കുറേ ആൾക്കാരൊക്കെ വല വിരിച്ചിട്ടിട്ടുണ്ട് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കാണാൻ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഞാനവിടെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ഉള്ളൂ, കുറച്ച് മുമ്പോട്ട് നമ്മൾ സൈറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന സൈറ്റാണ് കേട്ടോ. ഈ സൈറ്റിലേക്കാണ് ഞാൻ ലോഡും കൊണ്ട് പോയത്, ടൈൽസും കൊണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് കയറുക. ഒരു വലിയ വീട്, പഴയ വീടാണ്. അത് റെഡിയാക്കി എടുത്ത് 10-20 വർഷമുള്ള വീട്. അതിനെ ഫില്ലറൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കി എടുത്തിട്ട് ആ മക്കൾക്ക് കൊടുത്തിട്ട് എൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് അവർ 8 പേരോളം ഉണ്ട്. 8 പിന്നെ ചേട്ടനനിയന്മാർ, അവർ 8 പേരും റൈറ്റ് സൈഡ് കൊണ്ടുണ്ട് ആ വീട് കാണുന്നുണ്ട്. 2 സൈഡിലായിട്ട് 4 8ആയിട്ട് വീടുകൾ അവർ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മക്കളെ നടുക്ക് നിർത്തിക്കൊണ്ട് അച്ഛനും അമ്മയും വലത്തും ഇടത്തുമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ വീട് പണിയാണ്. ആ സൈറ്റിലേക്കാണ് ഞാൻ ടൈല് കൊണ്ടെത്തിയത്. ഞാൻ ഇട സൈഡിലെ വീട് നിങ്ങൾ കണ്ടല്ലോ. ഇനി വല സൈഡ് ഞാൻ ആ വീട് കാണിക്കാം. കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ കണ്ട റൈറ്റ് സൈഡിൽ 4 വീട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ലോഡൊക്കെ ഇറക്കിയിട്ട് തിരിച്ച് പോകുന്നപ്പോൾ നല്ലൊരു കുളം കണ്ടു കേട്ടോ. കുളത്തിൽ എലന്തൂർ തന്നെയാണത് കേട്ടോ. എന്ത് മീനാണ് കിടക്കുന്നതെന്നറിയോ. ഞാനപ്പോഴത്തേന്ന് ആ കുളത്തിലെ മീനിനെ ഷൂട്ടൊക്കെ ചെയ്ത് എനിക്കത് കണ്ടാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മീനിനെ കണ്ടിട്ടേ നല്ല രസം കാണാൻ. അവിടെ ആ കുളത്തിൻ്റെ വെള്ളത്തിൻ്റെ കളറും എന്താ രസം. ആൾക്കാർ വളർത്തുന്നത് കേട്ടോ. മീനിനെ തീറ്റയൊക്കെ കൊടുത്ത് മീനിനെ വളർത്തുന്നതാണ്. ഇഷ്ടംപോലെ മീനുണ്ട്. നോക്കാം, കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. എനിക്ക് അത്രേ വീഡിയോസ് തെളിഞ്ഞ് കിട്ടുന്നുള്ളൂ. പല ഇനത്തിലുള്ള മീനുണ്ട്, കളറുള്ള മീനുണ്ട്, എല്ലാ സാധനമുണ്ട്, എല്ലാ മീനുകളുണ്ട്. എന്താ പറയുക, നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണേ, കാണാതിരിക്കല്ലേ ആരും. നല്ല വീഡിയോ ആണ്, ഞാൻ നല്ല വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു. മീൻ കിടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട്, ശരിക്കും മീനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല മുമ്പ് കണ്ടം, ആ കണ്ടത്തിൻ്റെ അവിടെ ഇറങ്ങി നിന്നിട്ട് ഞാൻ എൻ്റെ പുറകെ കാണുന്ന എല്ലാ കണ്ടത്തിലെ വെള്ളം കേട്ടോ. ഇഷ്ടം പോലെ മഴ പെയ്ത് കണ്ടം മൊത്തം നമ്മൾ നെല്ല് നടേണ്ട കണ്ടം മൊത്തം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ഗണപതിയെയും കണ്ട് തൊഴുത്, ഗണപതി ഭഗവാൻ്റെ അമ്പലമാണിത് കേട്ടോ. അതും കണ്ട് തൊഴുത് ഞാൻ എൻ്റെ വീഡിയോ